നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇനിയും നടക്കാനിരിക്കുന്നതേയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ അവർ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അന്ന് ഖമേനി കൊല്ലപ്പെട്ട സമയത്ത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു. ഖമേനി വളരെ സുരക്ഷിതമായ ഏതോ ബങ്കറിലാണ് കഴിയുന്നത് എന്നായിരുന്നു പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഖമേനിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ മകനായ മുസ്തഫ ഖമേനി ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഖമേനിക്ക് ഈ പറഞ്ഞിരുന്നത് പോലെ സുരക്ഷിത ബങ്കറുകൾ ഇല്ലായിരുന്നോ എന്ന സംശയം ന്യായമായും അന്ന് ഉയർന്നിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുകയാണ്. അയത്തുള്ള അലി ഖമേനിക്ക് അതീവ സുരക്ഷിതനായി കഴിയാനുള്ള ഒരു ബങ്കർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയുടെ സമീപം തന്നെയാണ് നിർമ്മിച്ചിരുന്നത്. അവിടെ ആയിരുന്നു എങ്കിൽ ഖമേനിയെ ഒരിക്കലും ഇസ്രായേലിന് വധിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഹബീബ് ഇബ്രാഹിം എന്നായിരുന്നു ഈ ഭൂഗർഭ താവളത്തിന് അവർ ഇട്ടിരുന്ന പേര്. ഖമേനിയെ ഏത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും അതിൽ നിന്ന് രക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ ഹബീബ് ഇബ്രാഹിം എന്ന ഈ ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഒരുക്കിയിരുന്നു. ഇതിനകം മുഴുവൻ തുരങ്കങ്ങളും വലിയ മുറികളും അതുപോലെ എത്ര വലിയ വ്യോമാക്രമണത്തെയും നേരിടാൻ ഉതകുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വാഹനങ്ങൾക്കും ഈ തുരങ്കത്തിനുള്ളിലൂടെ കടന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 35 മീറ്റർ താഴത്തിലായിട്ടാണ് ഈ സുരക്ഷിത താവളവും നിർമ്മിച്ചിരുന്നത്. പലപ്പോഴും ഇസ്രായേലിൻ്റെ മറ്റ് ഭീഷണി ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഖമേനി ഇവിടെയാണ് ഒളിച്ച് താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കൊല്ലപ്പെടേണ്ടി വരികയുമില്ലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഖമേനി കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേലിന് ഇത് സംബന്ധിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത്. ഖമേനിക്ക് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ താവളം ഉണ്ടായിരുന്നുവെന്നും അവിടെ ഒരു തരത്തിലും തങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുകയില്ലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യമാകട്ടെ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഖമേനിയുടെ അനുയായികളും മറ്റും ഈ ഭൂഗർഭ തുരങ്കത്തിനുള്ളിൽ സുരക്ഷിതരായി കഴിയുമോ എന്ന ആശങ്കയിൽ ഇതിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മാർച്ച് മാസം ആദ്യ വാരത്തിൽ തന്നെയാണ്, അതായത് ഖമേനി കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ തുരങ്കവും ഇസ്രായേൽ തകർത്തത്. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 50 യുദ്ധവിമാനങ്ങളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിരുന്നത്. ഈ 50 യുദ്ധവിമാനങ്ങളും പറന്നെത്തിയാണ് ഈ ബങ്കർ പൂർണ്ണമായും മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ച് തകർത്തത്. 100ഓളം മിസൈലുകളാണ് ഈ ഭൂഗർഭ അറയ്ക്കുള്ളിലേക്ക് അവർ അയച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകളും മിസൈലുകളും ഒക്കെ തന്നെയാണ് ഇത് തകർക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഈ ഭൂഗർഭ സുരക്ഷിതത്വ കേന്ദ്രം അവർ പൂർണ്ണമായും തകർത്ത് തള്ളിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇസ്രായേലിലെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് ചോർന്നു എന്നാണ് പറയപ്പെടുന്നത്. പല പാശ്ചാത്യ മാധ്യമങ്ങളും ഇത് വളരെ വിശദമായ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നത്. അവരെല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഖമേനി ഒരുപക്ഷെ ആ ദിവസം ഈ ബങ്കറിനുള്ളിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തെ ആക്രമിച്ച് വധിക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ്. മാത്രവുമല്ല ഈ ബങ്കറിനുള്ളിൽ നിന്ന് മറ്റൊരുപാട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും അവർ തീർത്തിരുന്നു. ഒരുപക്ഷെ ആക്രമണം തങ്ങൾക്ക് തടയാൻ കഴിയുകയില്ല എന്നുള്ളൊരു ഘട്ടം എത്തിയാൽ വാഹനത്തിൽ, ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ ഈ തുരങ്കത്തിനുള്ളിലൂടെ മറ്റു ചില കേന്ദ്രങ്ങളിൽ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മറ്റു ചില സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള റോഡുകളും ഇവർ നിർമ്മിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ നഗരമധ്യത്തിൽ തന്നെയുള്ള ഒരു സ്പോർട്സ് സെൻ്ററിലാണ് ഈ ബങ്കർ ക്രമീകരിച്ചിരുന്നത്. ഈ ബങ്കറിൻ്റെ നിർമ്മാണത്തിന് 2009 അയത്തുള്ള അലി ഖമേനി തന്നെയാണ് അനുമതി നൽകിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ ഡിസൈൻ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗമാണ്. അവർ നേരിട്ടാണ് ഈ കാര്യങ്ങൾ വിലയിരുത്തിയതും ഇതിൻ്റെ നിർമ്മാണത്തിന് എല്ലാവിധ മേൽനോട്ടവും വഹിച്ചത്. ഇത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്നും ഇതൊരു സുരക്ഷിതമായ ഇടമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നത് ഈ IRGCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവരുടെ തന്നെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഒന്ന് ആലോചിക്കുക, 50ഓളം യുദ്ധവിമാനങ്ങൾ നിരന്തരമായി ആക്രമണം നടത്തിയിട്ട് മാത്രമാണ് ഈ തുരങ്കത്തെ തകർക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ എത്ര ശക്തമായ സുരക്ഷിതമായ രീതിയിലാണ് അവർ ഈ സുരക്ഷിത താവളം നിർമ്മിച്ചിരുന്നത് എന്ന് നമ്മൾ കരുതണം. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്ന സമയത്തിന് അദ്ദേഹത്തിന് 80-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കടുത്ത അനാരോഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖമേനി എവിടെയാണെന്ന ചോദ്യം അന്ന് നിരന്തരമായി ഉയർന്നിരുന്നു. ഖമേനി ഏതോ ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ പോലും കൃത്യമായി ഇത് എവിടെയാണ് എന്നുള്ളത് പിന്നീടാണ് ഇസ്രായേലിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയായിരിക്കും ഇതെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അന്ന്
ഈ അദ്ദേഹം കൊല്ലപ്പെടുന്ന ദിവസം അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഔദ്യോഗിക വസതി ആക്രമിച്ച് വധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം തന്നെ കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു സുരക്ഷിത കേന്ദ്രം അവിടെ ഇനിയും നിലനിൽക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ തങ്ങൾക്ക് ദോഷകരമായി മാറും എന്ന ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഈ ഒരു സുരക്ഷാ താവളം, ഭൂമിക്കടിയിലുള്ള ഈ അതീവ സുരക്ഷാ താവളത്തെയും തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ, ഇതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വീണ്ടും വീണ്ടും പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. അത് ഇറാൻ സർക്കാരിനെയും ഈ ഒരു വാർത്ത ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കാരണം തങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഇത്രയും കൃത്യമായി ലഭിച്ചത് എന്നാണ് അവർ ഇപ്പോൾ അന്വേഷിക്കുന്നത്.